ാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അമേരിക്ക പുതിയൊരു തന്ത്രത്തിലേക്ക് ശീതയുദ്ധം ആരംഭിക്കുന്നത്. അവരുടെ കോൾഡ് വാർ ആരംഭിക്കുന്നത് 45-ലാണ്. അതുവരെ ഉണ്ടായിരുന്ന ലോകാധിപത്യം യൂറോപ്യൻ കേന്ദ്രമായി ബ്രിട്ടീഷ് കേന്ദ്രമായി ഉണ്ടായിരുന്ന കൊളോണിയൽ ആധിപത്യത്തിന്റെ സ്ഥാനത്തേക്ക് അമേരിക്ക ഇറച്ചേരുന്ന കയറി വരുന്ന ഒരു കാലമാണ് 1945. 46-47 കാലത്ത് ആരംഭിച്ച അമേരിക്ക അവർ ഗ്രീസിലേക്ക് ഇറങ്ങിയത്. ഗ്രീസിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞ് അവർ കടന്നു വരുമ്പോൾ അന്ന് ബ്രിട്ടനും അമേരിക്കയും ശക്തിശക്തികളായിട്ടാണ് ഗ്രീസിലേക്ക് ഇറങ്ങിയിരുന്നത്. തുടർന്ന് അങ്ങോട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ലബനോണിലുണ്ട്, ഗാറ്റിമാലയിലുണ്ട്, പനാമയിലുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലേക്കും കൊളംബിയയിലേക്ക് ആ സമയത്ത് കടന്നു വരുന്നത്. അതിന്റെ തുടർച്ചയിലാണ് വളരെ പ്രസിദ്ധമായ പരാജയം അവർ വിയറ്റ്നാമിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. വിയറ്റ്നാമിലെ ദീർഘമായ സമരത്തിന് ശേഷം തകർന്ന് തോറ്റ് തിരിച്ചു കൊണ്ടുവന്ന അമേരിക്ക. പക്ഷെ അവരോട് പഠിച്ചില്ല. പിന്നീട് നമുക്കറിയാം, ചിലിയിലെ അൽബയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ തകർക്കാൻ അവരെല്ലാം ശ്രമിച്ചത് നമുക്കറിയാം. എൽസൽവദോറില് ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെമ്പാടും അസ്വസ്ഥതകളുണ്ടാക്കാൻ, അരാജകത്വമുണ്ടാക്കാൻ അമേരിക്കൻ സാമ്രാജ്യം പല രീതിയാണ്. അവർക്ക് പല തരം സംവിധാനങ്ങളാണ്. അപ്പൊ ഓരോ രാജ്യത്തും ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുക, സൈനികമായി അങ്ങ് കടന്നു വരിക. ഇതാണ് ചെയ്തത്. ഇതിന് ഏറ്റവും മാരകമായ അവസ്ഥയിലേക്ക് ട്രംപ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിലാണെങ്കിൽ വീട് കടന്നാക്രമിച്ച് ഒരു രാജ്യം ഉണരും മുമ്പ് അറിയും മുമ്പ് തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത് പക്ഷെ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു നേരത്തെ കോൾഡ് വാർ കൊണ്ട് സോവിയറ്റ് യൂണിയനെ ശിഥിലമാക്കി, സോഷ്യലിസ്റ്റ് ബ്ലോക്കുകൾ തകർത്തു. അത് ഞങ്ങളുടെ ഉജ്ജ്വലമായ വിജയമാണ് എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഒന്നാം ബുഷിന്റെ കാലത്ത് ഏറ്റവും വലിയൊരു നേട്ടം ഞങ്ങൾ നേടി എന്ന് പറഞ്ഞവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 95 50-ാം വാർഷികത്തിൽ അവരുടെ ഈ വോയിസ് ഓഫ് അമേരിക്ക പോലെയുള്ള പെൻറ്റഗണിന്റെ ഈ ഇത്തരത്തിൽ ആശയ സമരത്തിന്റെ കോൾഡ് വാറിന്റെ ഈ 50-ാം വർഷം അവർ നടത്തിയ ഞങ്ങളുടെ കൊടി, ഞങ്ങൾ ജനാധിപത്യത്തിന്റെ പതാക ഞങ്ങൾ ഉയർത്തിവെക്കുകയാണ് എന്ന് നടത്തിയ സമരങ്ങൾ, നടത്തിയ കടന്നാക്രമണങ്ങളെ ഒരുപക്ഷെ ഇനിയും ഞങ്ങളിത് നടത്തും, ഇനി ഞങ്ങളുടെ പദ്ധതി 3-ാം ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്കാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് 95-ലാണ്. എന്നാൽ ഇപ്പോ ഇന്നലെ ട്രംപ് വീണ്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല, കൊളംബിയക്കെതിരെ ഞങ്ങൾ വരുന്നു, ഞങ്ങൾ ക്യൂബയ്ക്കെതിരെ വരുന്നു, ഞങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴ്പ്പെടുത്താൻ വരികയാണ്. അവർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ തകർത്തു പറയും എന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് ഇന്ത്യക്കെതിരെയുണ്ട്. ഒരു പക്ഷേ ഇത്രമേൽ സാമ്പത്തികമായ ലോകത്തിന്റെ സാമ്പത്തിക ഘടനയ്ക്കുള്ള ആധിപത്യത്തിലായിട്ട് തീരുമാനം ഞങ്ങൾ നിശ്ചയിക്കും. എവിടെ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലോകത്തിലെ ഓരോ രാജ്യവും എവിടെ നിന്ന് എന്ത് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങേണ്ടതില്ല, ഇന്ത്യ വാങ്ങരുത് എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ്. അങ്ങനെ സകലത്തിൽ തീരുമാനിക്കുന്ന, അത് തീരുമാനിക്കുന്ന അവകാശമുണ്ട്. ലോക പോലീസ് മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക കാര്യം നിർണ്ണയിക്കുന്ന, അത് തീരുമാനിക്കുന്ന ശക്തി ഞങ്ങളാണ് എന്ന് പറയുന്നിടത്താണ് അമേരിക്ക നിൽക്കുന്നത്. അതിന്റെ മാരകമായ വേർഷനാണ് കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രവാസത്തോട് നമ്മൾ കേട്ടത്. അത് പറയുമ്പോൾ നമ്മൾ അറിയണല്ലോ. വെനിസ്വലയില് ചാവേസ് അധികാരത്തിൽ വരുമ്പോ, ചാവേസ് അധികാരത്തിൽ വന്നത് വാസ്തവത്തിൽ ഒരു യാദൃച്ഛികത കൂടിയാണ്. ലാറ്റിൻ അമേരിക്കയില് ക്യൂബയുടെ മാതൃക, ക്യൂബൻ വിപ്ലവത്തിന്റെ ബൊളിവേറിയൻ വിപ്ലവത്തിന്റെ മുഴുവൻ വീര്യം ഉൾക്കൊണ്ട് ചാവേസ് അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ എന്ന് പറഞ്ഞാൽ ചാവേസ് ചെയ്ത കാര്യം അമേരിക്കയൊക്കെ ഒരുപാട് കാലം വട്ടമിട്ട് അവരുടെ സ്വകാര്യ കമ്പനികളായി ചേർത്ത് കൊണ്ടുപോയ വെനിസ്വലയുടെ എണ്ണ സമ്പാദ്യം അത് ദേശസൽക്കരിച്ചു. സ്വകാര്യ മാനേജ്മെന്റുകളിൽ നിന്ന് എണ്ണയുടെ കുത്തക വെനിസ്വല എന്ന് പറയുന്ന സ്റ്റേറ്റ് ഏറ്റെടുത്തു. വ്യാപകമായ കല്ലുകൾക്ക് വ്യാപകമായി ചേർത്ത് കഴിഞ്ഞ് നിർത്തിവെച്ചു. അത് ദേശത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടാണ്. ചാവേസിനെ അട്ടിമറിക്കാൻ പലവട്ടം ശ്രമിച്ചു. ഈ ശ്രമങ്ങൾക്ക് പിറകിൽ അമേരിക്ക ഉണ്ടായിരുന്നു നമുക്കറിയാം. അത് ഏത് രീതിയിലാണ് ചാവേസ് തിരിച്ചു വന്നത് നമുക്കറിയാം.
അതിനുശേഷം മധുര വരുമ്പോൾ അസുഖബാധിതനായി മരിച്ചു. ഒരു പക്ഷേ അസുഖബാധിതനായി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ക്യാൻസർ ആയി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി ഒന്ന് ക്യാൻസർ ആയിരുന്നോ എന്നൊക്കെ സംശയിക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം കാസ്റ്റൊക്കെ നേരെ നടന്നിട്ടുള്ള പല വിധത്തിലുള്ള രോഗം കുത്തിവെക്കല് കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇത്തരം ലോകരാജ്യങ്ങളിൽ ആ രീതിയിലാണ് അമേരിക്ക പലപ്പോഴും ഇടപെട്ട് പോകുന്നത്. പല നേതാക്കന്മാരെയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചാവേസിന്റെ അസുഖം അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ചാവേസിന് ശേഷം മദൂറോ അധികാരത്തിൽ വരുമ്പോൾ ആ പിന്തുണയ്ക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ലോകമാറ്റം പ്രചരിപ്പിക്കുന്ന പോലെ സാമ്രാജ്യത്തെ ഏകദേശം പ്രചരിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ ഇത്തരം ഒരു നിർണായകമായ ഘട്ടത്തിൽ ഈ ചാവേസിന്റെ വലിയ സ്വാധീനമൊന്നും ഒരുപക്ഷെ മധുര കാലത്ത് ഉണ്ടായിട്ടില്ല. ആ കാലത്തുണ്ടായിരുന്ന ഇടപെടലുകളുടെ കാർക്കശ്യത്തെപ്പറ്റി അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തെപ്പറ്റി ഉത്സാഹമാറ്റം ധാരാളമായി പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ അതാ ജനങ്ങളാണ് തിരുത്തുന്നത്. അവിടെ അതിന്റെ സമരങ്ങളിലേക്ക് വരും. ആ ജനാധിപത്യപരമായ രീതിയിൽ അത് തിരുത്താൻ ആ രാജ്യത്തിന് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതിന്റെ ഇച്ഛാശക്തി വരെയുണ്ട്, അതിന്റെ ജനസമയം അവിടെയുണ്ട്. പക്ഷെ അതിൽ കടന്നു വരാൻ ആരാണ് ട്രംപിന് അധികാരം കൊടുക്കുന്നത്? ആരാണ് അമേരിക്കയ്ക്ക് അധികാരം കൊടുക്കുന്നത്? അമേരിക്കയ്ക്ക് മുന്നിൽ എന്താ ലോകത്തിന്റെ സാർവദേശീയ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുണ്ടോ? അമേരിക്കയ്ക്ക് ഒരു നിയമവും ബാധകമല്ലേ? അമേരിക്കയാണോ എല്ലാ രാജ്യത്തെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ആ രാജ്യത്ത് ജനാധിപത്യമില്ല എന്ന് പറയാൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം? എല്ലാ രാജ്യങ്ങളെയും പോലെയുള്ള ഒരു അവകാശം മാത്രമേ അമേരിക്കയ്ക്ക് ഉള്ളൂ. പക്ഷേ അമേരിക്ക ലോകത്തിന് മുഴുവൻ നായക സ്ഥാനം ഏറ്റെടുത്ത് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് തകർന്നത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശീതയുദ്ധത്തിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആഘോഷം സ്വകാര്യ മൂലധന കുത്തകകളുടെ വളർച്ചയാണ്. തങ്ങളുടെ പ്രഖ്യാപിതമായ നയം അതാണ് ഞങ്ങളുടെ ജനാധിപത്യം എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കൻ ജനാധിപത്യം എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ, സ്വകാര്യ കുത്തകകളുടെ വളർച്ചയുടെ, കോർപ്പറേറ്റ് മൂലധനത്തിന്റെ ജനാധിപത്യമാണ്. ആ ജനാധിപത്യം അല്ല വാസ്തവത്തിൽ മൂന്നാം ലോകരാജ്യത്തിലെ സമ്പൂർണ്ണ ലോകങ്ങളിലെ മുഴുവൻ ജനസഞ്ചയങ്ങളും ആഗ്രഹിക്കുന്ന ജനാധിപത്യം. അതുകൊണ്ടാണ് അമേരിക്കയിലെ ജനാധിപത്യം പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ അവിടുത്തെ എലീറ്റായ ഇവിടെ വരേണ്യരായ ഒരു മധ്യവർഗമുള്ള നാടാവിന് വരുന്നത്. അവരുടെ മുന്നിൽ പച്ചക്ക് തെളിഞ്ഞിരിക്കുകയാണ് എന്താണ് അമേരിക്കൻ ജനാധിപത്യത്തിൽ. അതുകൊണ്ട് മദൂറോ പോകുമ്പോ ഒരു പക്ഷെ മദൂറയെ കൊണ്ടുപോയിട്ടുണ്ട്. മദൂറയുടെ നാട്ടിലെ പൊരുതിന്റെ ജനസംഘത്തെ കൊണ്ടുപോയിട്ടില്ല. ചാവേസിനൊപ്പം പൊരുതിപ്പോന്ന ഒരു ജനതയുടെ വിപ്ലവം വീടിനെ കൊണ്ടുപോയിട്ടില്ല. ഡെൽസിയുടെ അച്ഛൻ ഇപ്പൊ വൈസ് പ്രസിഡന്റായിട്ട് കൊടുത്ത ഡെൽസിയ റോഡിൻസിന്റെ പിതാവ് ഒരു പക്ഷേ ഇവരുടെ സകല മർദ്ദനങ്ങളുമായിട്ട് മരിച്ച, പൊരുതിയിൽ നിന്ന് മരിച്ച ഒരു വിപ്ലവകാരിയുടെ മകളാണ്. പക്ഷേ ആ വിപ്ലവകാരിയുടെ മകൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ പോലും ഇന്ന് അമേരിക്കൻ ഏജന്റുമാര് തീരുമാനിക്കുന്ന പോലെ ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വാസ്തവത്തിലുണ്ട്. അത് മറികടക്കുമോ വെനിസുല? അത് മറികടക്കണമെങ്കിൽ വെനിസുലയിൽ എപ്പോഴും ഞങ്ങൾക്ക് ഒറ്റ പ്രസിഡന്റേ ഉള്ളൂ, അത് മദൂറോയാണ് എന്ന ഡൽഹിയുടെ പ്രഖ്യാപനം എല്ലാ തെരുവുകളിലും, കാരക്കത്തിൽ മാത്രമല്ല അവിടുത്തെ എല്ലാ തെരുവുകളിലും മുഴങ്ങേണ്ടി വരും. ഓരോ കൊച്ചുകുട്ടിയും പലസ്തീനിലെ കൊച്ചുകുട്ടികളെ പോലെ ആ ജനാധിപത്യത്തിന് വേണ്ടി, മദൂറോക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി ജനിച്ചു പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ ഡൽഹിക്ക് ഒരു പ്രസിഡന്റാവും മദൂറോയുടെ പിൻഗാമിയായി പ്രവർത്തിക്കാൻ കഴിയും. അത്രമാത്രം ഭീകരമാണ്, അത്രമാത്രം ഭീകരതയുടെ ലോകമാണ് ഇന്ന് ട്രംപ് തുറന്നു വെച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യക്കും പാഠമാണ്, ഇത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും പാഠമാണ്. ഈ സാമ്പത്തിക ആധിപത്യത്തിന് വേണ്ടിയുള്ള പുതിയ കോടതി ആധിപത്യത്തിന് വേണ്ടിയുള്ള പുതിയ നൂറ്റാണ്ടിന്റെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അധിനിവേശം അതിന്റെ മൂർത്തിലേക്കിലേക്ക് കടന്നു വരികയാണ്. നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന 1947 സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യം എവിടെ എത്തും എന്ന് നമുക്കിന്ന് നിശ്ചയമില്ല. കടന്നു വരികയാണ്. നാം ഇന്ന് ഓരോ പരിഷ്കരണങ്ങളും ലോകബാങ്ക് നിർദ്ദേശം, അമേരിക്കൻ നിർദ്ദേശം, കോർപ്പറേറ്റുകളുടെ നിർദ്ദേശം, അതാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി വരെ അട്ടിമറിക്കപ്പെടുന്നതിന്റെ പിറകിൽ ഈ ലോക സാമ്പത്തിക ഘടനയുടെ നിർദ്ദേശങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിന് അടി നിൽക്കുന്ന ഒരു ഭരണകൂടം കൂടി ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന വശം. ഇത് പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് കാരക്കസിൽ മദൂറോക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകുന്നത്. പറയുന്നു മെക്സിക്കോയിൽ ഇന്ത്യൻ അനുഭവിക്കും,
ഇപ്പുറത്ത് കൊളംബിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം പലസ്തീനിലെ കുട്ടികളോടൊപ്പം നേരിട്ടൊരു ജനകീയ യുദ്ധം, ആ കുട്ടികൾക്കൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധമുണ്ടാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും എന്ന് പറയുന്ന ഭരണാധികാരികളുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ ഇടതുപക്ഷ രാജ്യത്തിന്റെ രാജ്യമാണത് കൊളംബിയക്കെതിരെ പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചു, ക്യൂബയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെതിരായി ഇപ്പോഴത്തെ പുതിയ യുദ്ധം പ്രഖ്യാപിച്ചു. ഒപ്പം ഇപ്പോഴത്തേക്ക് ഇറാനിൽ എല്ലാ ഇടങ്ങളിലും അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആ യുദ്ധത്തിനെ സഹായിക്കുന്ന രാഷ്ട്രീയമാണോ നമ്മുടെ നാട്ടിൽ ഉറക്കെ പറയേണ്ടത് എന്നൊരു ചോദ്യം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോടും ഇവിടുത്തെ ചില ഇത്ര അടി നിൽക്കുന്ന ആളുകളോടും ആ മധ്യവർഗത്തിന്റെ മനോഭാവത്തോടും നമുക്ക് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മധുരയ്ക്ക് പിന്തുണ കൊടുക്കുമ്പോൾ, വെനീസ്വലൻ ജനതയ്ക്ക് പിന്തുണ കൊടുക്കുമ്പോൾ നാം പിന്തുണ കൊടുക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയത്തിലാണ്. ആ സാമ്രാജ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയത്തെ നമ്മുടെ നാട്ടിൽ ഉറപ്പിച്ചു നിർത്തുവാണെങ്കിൽ പുതിയ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് നയങ്ങൾക്കെല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത സമരം ചെയ്തുകൊണ്ട് മാത്രമേ വെനിസ്വലയ്ക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാനാവും. നാം വെനിസ്വലയ്ക്കൊപ്പം നിൽക്കുന്നു, നാം മധുരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റുകൾക്ക്, നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റ് ബ്രാഹ്മണിക്ക് ഫാസിസ്റ്റുകൾക്ക് എതിരായ സമരം നാം കാലക്കത്തിന് വേണ്ടി കൂടി ചെയ്യുന്നു എന്ന് മാത്രമാണ് അർത്ഥം. ഈ സമരത്തിൽ കോഴിക്കോട് പങ്കുചേരുകയാണ്. ലോകത്തിന്റെ സമരഭൂപടത്തിലേക്ക് കോഴിക്കോട് അണിചേരുകയാണ്. നാം മധുരക്കൊപ്പമാണ്, നാം വെനിസ്വലൻ ജനതയ്ക്കൊപ്പമാണ്, നാം ലോകത്തിലെ സാമ്രാജ്യത്വ വിരുദ്ധ സമരശക്തികൾക്കൊപ്പമാണ്, നാം സോഷ്യലിസ്റ്റുകൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു നേരത്തെ ആ പ്രഖ്യാപനം ഈ കോഴിക്കോട് ഏറ്റെടുക്കുന്നു എന്നതിന്റെ ഭാഗമായി ഈ വന്നിയല്ല എല്ലാവരെയും അഭിവാദ്യമുണ്ട്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.